ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ലോകത്തിൽ നോക്കാമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. പള്ളിയിലായാലും പള്ളിക്കൂടത്തിലായാലും ബാങ്കിലായാലും അസംബ്ലിയിലായാലും അതുപോലെ തന്നെ പാർലമെൻറ്റിലാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് പാർലമെൻറ്റിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മുടേതായ ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇവരെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടേതായ കാര്യങ്ങൾ അവിടെ ചെന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ, ക്രൈസ്തവ ഗോളത്തിൽ നോക്കാമെങ്കിൽ, നന്മയും തിന്മയും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ചിലർ അവരുടെ തീരുമാനങ്ങൾ, അവരുടെ തെരഞ്ഞെടുപ്പുകൾ ശരിയായിരുന്നു, മറ്റു ചിലരുടെ തെരഞ്ഞെടുപ്പുകൾ തെറ്റായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വേദപുസ്തകത്തിൽ ഇന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം അതിൻ്റെ 16ഉം 17ഉം വാക്യങ്ങൾ. ഇവിടെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവിടെ യേശുക്രിസ്തുവിനെയും ബറബാസിനെയും കൊണ്ട് ന്യായാധിപതിയുടെ മുൻപിൽ നിർത്തുന്നു. എന്നിട്ട് പീലാത്തോസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെ വിട്ടുകിട്ടണം? യേശുക്രിസ്തുവിനെ വേണോ അതോ ബറബാസിനെ വേണോ? പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വേണോ അല്ലെങ്കിൽ ബറബാസിനെ വേണോ? നമ്മളെല്ലാവരും പറയും, നമ്മുടെ കൈകൾ രണ്ട് നീട്ടി നമ്മൾ പറയും, ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ മതി, ബറബാസിനെ വേണ്ട. പക്ഷേ ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നത്, നമുക്ക് യേശുക്രിസ്തുവിനെ മതി എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നു. ബറബാസിൻ്റെ ചീട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് യേശുക്രിസ്തുവിനെ മതി. ബറബാസിൻ്റെ ദുഷ്ടതകൾ നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് യേശുക്രിസ്തുവിനെ മതി. ഇന്ന് ലോകത്തിൽ അതാണ് നടക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിലേക്ക് വീണ്ടും തള്ളിവിടുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വേണോ ബറബാസിനെ വേണോ? യേശുക്രിസ്തു ചെയ്തതായ അത്ഭുത പ്രവൃത്തികൾ, ചെയ്തതായ സേവനങ്ങൾ എല്ലാം നാം വിസ്മരിച്ചു പോകുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. അതേസമയം യേശുക്രിസ്തുവിനെ കൈയിൽ പിടിച്ചുകൊണ്ട് നമുക്ക് തിന്മ കൈവിടുവാനും നമുക്ക് മടിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ആ തിരഞ്ഞെടുപ്പിൻ്റെ ആ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ വേണോ അതോ ബറബാസിനെ വേണോ? യേശുക്രിസ്തുവിനെ നമുക്ക് വേണമെങ്കിൽ ബറബാസിൻ്റെതായ ദുഷ്ടതകൾ, ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ
നമ്മൾ വിട്ടൊഴിയേണ്ടിയിരിക്കും. യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതായ ആ സമാധാനത്തിൻ്റെ പാത, ആ സൗമ്യതയുടെ പാത, ആ സന്തോഷത്തിൻ്റെതായ പാത നാം പിന്തുടരേണ്ടിയിരിക്കുന്നു. ഈ ബറബ്ബാസിൻ്റെ ദുഷ്ടതകൾ വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ പറയുന്നത്, നിങ്ങൾ എത്ര നാൾ 2 തോണിയിൽ നിങ്ങൾ സഞ്ചരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകൽക്കാലം നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ വേണോ അതോ ബറബ്ബാസിനെ വേണോ? ശാന്തമായി ചിന്തിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് തിരഞ്ഞെടുപ്പ് കാണുവാനായിട്ട് സാധിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 2 വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി 13-ൻ്റെ 9 മുതൽ 12 വരെ അവിടെ ഇപ്രകാരം പറയുന്നു: ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരാട്ടമുള്ളത് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറെ നശിപ്പിച്ചതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ മിസ്രൈം ദേശം പോലെ ആയിരുന്നു. ലോത്ത് യോർദാൻ അക്കരെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ടും യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിൻ്റെ പട്ടണങ്ങളെല്ലാം പാർത്തു. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുൻപാകെ മഹാപാപികളും ആയിത്തീർന്നു. ഇവിടെ അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പും ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോത്ത് നല്ല പാലും തേനും ഒഴുകുന്ന ആ ദേശം ലോത്ത് തിരഞ്ഞെടുത്തു. പക്ഷേ അബ്രഹാം ആ കനാൻ ദേശം ആണ് തിരഞ്ഞെടുത്തത്. ആ മനോഹരമായ ആ ദേശം എന്ത് ചെയ്തു? ലോത്ത് തിരഞ്ഞെടുത്തപ്പോൾ തൻ്റെ ഇടയന്മാരുമായിട്ട്, അബ്രഹാമിൻ്റെ ഇടയന്മാരുമായിട്ട് അവർ വാക്ക് തർക്കം ഉണ്ടായി. ആ സമയത്ത് അബ്രഹാം പറയുകയാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. അങ്ങനെ അവർ തമ്മിൽ രണ്ടുപേരും വേർപിരിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിച്ചയാളാണ്. ലോത്ത് പുറപ്പെട്ട് പോയ പാർട്ടിയാണ്. ഇന്ന് പുറപ്പെട്ടു പോകുന്ന ആളുകൾ മലയാളത്തിൽ പറഞ്ഞാൽ കൊണം പിടിക്കുകയില്ല. പൊതുവെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അവറാച്ചൻ പള്ളിയിൽ പോയതുകൊണ്ട് ഞാൻ പോകാം. അങ്ങനെ കൂടെ പോകുന്ന പുറപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നന്മ അനുഭവിക്കത്തില്ല. അതാണ് അവിടെ പ്രത്യേകം പറയുന്നത്. ഇവിടെ ലോത്ത് നല്ല ഭാഗം അത് തിരഞ്ഞെടുത്തു. അബ്രഹാം പറഞ്ഞു, ശരി, നമുക്ക് തമ്മിൽ ഒരു പ്രശ്നം വേണ്ട, നീ ആ ദേശം തിരഞ്ഞെടുത്തെങ്കിൽ ഞാൻ ഈ ദേശം തിരഞ്ഞെടുക്കും. പക്ഷേ എന്താണ് അവസാനം സംഭവിച്ചത്? വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ലോത്ത് മനോഹരമായ സോദോം ഗോമോറ തിരഞ്ഞെടുത്തു. അബ്രഹാം വേറൊരു ദേശം തിരഞ്ഞെടുത്തു. പക്ഷേ ഏറ്റവും അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിൻ്റെ ന്യായവിധി വന്നത് ആ സോദോം ഗോമോറയിലാണ്. കാരണം അവിടെ ദുഷ്ടത വളരെ അധികം എന്ത് ചെയ്തു? അതിൻ്റെ മൂർധാവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
അബ്രഹാം ഓരോ ഭാഗത്തും കൂടാരം അടിച്ച് അങ്ങനെ അബ്രഹാം താമസിച്ചു. പക്ഷെ ലോത്ത് ആ സോദോം ഗൊമോറയിൽ താമസിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ അനേകം പേർ വന്ന് ആ ദേശത്ത് പാർക്കുകയും ആ ദേശത്തെ ദൈവം നശിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയും ചെയ്തു. അവസാനം ദൈവത്തിൻ്റെ പ്രതിനിധികൾ, ദൂതന്മാർ അവിടെ വന്നപ്പോൾ അബ്രഹാം ചോദിക്കുകയാണ്, ഈ ദേശത്ത് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, 10 വ്യക്തികളുണ്ടെങ്കിൽ ഈ ദേശത്തെ നശിപ്പിക്കുമോ? ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ ദേശത്തെ നശിപ്പിക്കും. പ്രിയമുള്ളവരെ, ഏറ്റവും അവസാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലോത്തിനോട് പറയുകയാണ്, നീയും നിൻ്റെ കുടുംബവും ഈ ദേശം വിട്ട് ഓടിപ്പോകണം. ഈ ദേശത്തെ ഞാൻ തീ കൊണ്ട് നശിപ്പിക്കുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് നീയും നിൻ്റെ കുടുംബവുമായിട്ട് നിൻ്റെ മക്കളെയും വിളിച്ചുകൊണ്ട് നീ ഈ ദേശം വിട്ട് പോകണം. എന്താണ് ഏറ്റവും അവസാനം നമുക്ക് സംഭവിച്ചത് കാണുവാൻ സാധിക്കുന്നത്? അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏറ്റവും അവസാനം ലോത്തും തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് പോകുന്ന സമയത്ത് ദൈവം പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്. ആ സമയത്ത് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയതിൻ്റെ ഫലമായിട്ട് അവൾ ഒരു ഉപ്പുതൂടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ തിരഞ്ഞെടുപ്പ് എപ്രകാരമാണ്? ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ വേണോ ബറബാസിനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെല്ലാവരും പറയും യേശു ക്രിസ്തുവിനെ വേണം. പക്ഷേ ബറബാസിൻ്റെ ചീട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിനെ വേണമെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അബ്രഹാം ലോത്തിൻ്റെയും അനുഭവം നമ്മൾ നോക്കുമ്പോൾ, ലോത്ത് നല്ല ഫലപുഷ്ടമുള്ള ദേശം തിരഞ്ഞെടുത്തു. പക്ഷേ ആ തീരുമാനം അവസാനം തെറ്റായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ, ആമേൻ, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ, മോശയുടെ ജനനം നമുക്ക് എല്ലാവർക്കും അറിയുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മോശയുടെ ജനനം എങ്ങനെയായിരുന്നു? മോശ ഫറവോൻ്റെ പുത്രി എന്ന് വിളിക്കപ്പെടുന്നത് അദ്ദേഹം നിരസിച്ചു വ്യക്തിയായി. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുന്ന ഒരു വ്യക്തി. ആ ഫറവോൻ്റെ പുത്രി ആ രാജകൊട്ടാരം ഉപേക്ഷിച്ച ശേഷം മോശ മിസ്രൈമിലെ ജനങ്ങൾക്ക് കൂടി അവരോട് കൂടെ കഷ്ടം അനുഭവിക്കാനായിട്ട് എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് മോശ എന്ത് ചെയ്തു? മോശ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, ഒരു രാജകൊട്ടാരത്തിൽ എന്തൊക്കെ നമുക്ക് ലഭിക്കും? നല്ല ഭക്ഷണം, അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി നല്ല പട്ടുമത്തയിൽ കടക്കാൻ തുനിഞ്ഞ മോശ അതെല്ലാം ഉപേക്ഷിച്ച ശേഷം അവൻ ജനങ്ങളോടുകൂടെ, മിസ്രൈമിലെ ജനങ്ങളോടുകൂടെ കഷ്ടം അനുഭവിപ്പാനായിട്ട് അഭ്യസിച്ചു. അങ്ങനെ കഷ്ടം അനുഭവിപ്പാനായിട്ട് ഈ 600,000 ജനങ്ങളെ ആ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും മിസ്രൈം ദേശത്തു നിന്നും മോശ എന്ത് ചെയ്തു?
ഈ ജനങ്ങളെ ആ കനാൻ ദേശത്തിലേക്ക് നയിക്കുവാനായിട്ട് മോശയ്ക്ക് സാധിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ 600,000 ജനങ്ങളെ ഈ കനാൻ ദേശത്തിലേക്ക് നയിക്കുവാൻ. പ്രിയമുള്ളവരെ, ആ മോശയുടെ ചരിത്രം നമുക്ക് പഠിക്കുവാനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മോശയ്ക്ക് ഒരുപക്ഷെ കനാൻ ദേശത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. പക്ഷേ മോശ ആ കനാൻ ദേശം വീക്ഷിച്ചു. ആ കനാൻ ദേശം മോശയ്ക്ക് കാണുവാനായിട്ട് ദൈവം അവസരം നൽകി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് മോശ എണ്ണിയതിൻ്റെ ഫലമായിട്ട് ആ കൊട്ടാരത്തിലെ വാസം എല്ലാം ഉപേക്ഷിച്ച് ജനങ്ങളോടുകൂടെ കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് മോശയ്ക്ക് ആ കനാൻ ദേശം ദൂരത്ത് നിന്ന് വീക്ഷിക്കുവാനായിട്ട് ദൈവം അവസരം നൽകി. മോശയെക്കുറിച്ച് പറഞ്ഞാൽ ഹി വാസ് എ ഗുഡ് ലീഡർ. നല്ലൊരു നേതാവായിട്ട് ഈ ആളുകളെ നയിക്കുന്നു. കഷ്ടം അനുഭവിക്കുന്നതിന് അവൻ വളരെ അത് വലിയൊരു ധനം എന്ന് അവൻ എണ്ണി. പ്രിയമുള്ളവരെ, നാം നമ്മുടെ തിരഞ്ഞെടുപ്പ് എപ്രകാരമാണ്? ഇവിടെ യേശു ക്രിസ്തുവിനെ വേണോ ബരബാസിനെ വേണോ? രണ്ടാമതായിട്ട് ലോത്തിൻ്റെ വഴിയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അബ്രഹാമിൻ്റെ വഴിയാണ്? മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ മോശ താൻ തിരഞ്ഞെടുത്ത ആ വഴി, അവൻ മിസ്രയീം ജനങ്ങളോട് കൂടെ കഷ്ടം അനുഭവിപ്പാനായിട്ട് അവൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മളെപ്രകാരമായിരിക്കും? നമ്മുടെ തിരഞ്ഞെടുപ്പ് ശരിയായ രീതിയിലേക്കാണോ നമ്മളെ നയിക്കുന്നത്? അതായത് നമ്മുടെ തിരഞ്ഞെടുപ്പ് ഒരു നന്മയിലേക്കാണോ നമ്മളെ നയിക്കുന്നത് എന്ന് നാം ഈ പകൽക്കാലം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ രൂത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത്, രൂത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന് രൂത്ത് നിന്നെ വിട്ട് പിരിയുവാൻ, നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാൻ എന്നോട് പറയുന്നത്, നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. പ്രിയമുള്ളവരെ, ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ രൂത്തും തൻ്റെ അമ്മയായ ഓർപ്പയും അവരോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നിൻ്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീയും നിൻ്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. രൂത്തും അമ്മായിയമ്മയുമായിട്ടുള്ള ബന്ധം. ഇന്ന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമുക്ക് അറിയാം കൂട്ടുകുടുംബമായിരുന്നു. ഒരു കുടുംബത്തിനകത്ത് അച്ഛനും അമ്മയും മക്കളും മരുമക്കളും, അങ്ങനെ അമ്മാവനും അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരങ്ങളും
എല്ലാവരും ഒരു വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു പഴയ കാലത്ത്. പക്ഷേ ഇന്ന് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് എല്ലാം അണുകുടുംബമാണ്. ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭാര്യ എന്ന് ഭർത്താവിനോട് പറയും, ചേട്ടാ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, വാ നമുക്ക് പോകാം. കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്ത് ചെയ്യും? ഒരച്ഛന് 2 മക്കളുണ്ടെങ്കിൽ അവർ രണ്ടുപേരും അടുത്താണ്. അച്ഛനും അമ്മയും ഒരു വീട്ടിൽ കാണും, എന്നിട്ടൊരു വാലില്ലാ പട്ടിയും കൂടെ കാണും. അതാണ് ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അച്ഛനും അമ്മയും ഒരു വാലില്ലാ പട്ടി. 2 മക്കളുണ്ടെങ്കിൽ അതാണോ പെണ്ണോ ആയിക്കോട്ടെ, ഒന്നുകിൽ ചിലപ്പം അത് വേറെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലായിരിക്കും. ഇവിടെ രൂത്തും ആ അമ്മായിയമ്മയുമായിട്ടുള്ള ബന്ധം അവർ വളരെ സന്തോഷമായിട്ട് കഴിയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുന്നത്, നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ മടങ്ങിപ്പോകുവാനും എന്നോട് നീ പറയരുതേ. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കാമെങ്കിൽ ഇന്ന് പറഞ്ഞോണം, ഇല്ലെങ്കിൽ അത് വീണ്ടും പ്രശ്നമാണ്. ഇവിടെ പിന്നെ പറയുന്നത് എന്താണ്? നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്തും ഞാനും പാർക്കും. അവർ എന്തു ചെയ്യുന്നു? പരസ്പരം ആലിംഗനം ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇന്ന് എത്ര മരുമക്കൾ അമ്മായിയമ്മയുടെ കൂടെ താമസിക്കുന്നുണ്ട്? ഇന്ന് എത്ര മക്കൾ സ്വന്തം മാതാപിതാക്കന്മാരോടൊപ്പം താമസിക്കുന്നുണ്ട്? നാം ചിന്തിക്കുക, നാം മനസ്സിലാക്കുക. ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിനുള്ള ബർബാസിനെ വേണോ? ലോത്ത് സോദോം ഗോമോറ മനോഹരമായ ദേശം തിരഞ്ഞെടുത്തു. അബ്രഹാം താൻ ലോത്തിൽ നിന്ന് മാറി വേറിട്ട് ചിന്തിച്ചു. കൂടാരം അടിച്ച് അവർ വേറെ ഒരു ഭവനത്തിൽ താമസിച്ചു. മൂന്നാമതായിട്ട് വിശ്വാസത്താൽ മോശത്താൽ വളർന്നപ്പോൾ ജനങ്ങളോട് കൂടെ കഷ്ടം അനുഭവിക്കുവാൻ അവൻ തിരഞ്ഞെടുത്തു. അവസാനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇവിടെ രൂത്തും അമ്മായിയമ്മയുമായുള്ള ആ ബന്ധം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ കഥകളൊക്കെ നാം പഠിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ ലോകത്തിലെ നമ്മുടെ യാത്ര നല്ലതാണോ? ഈ ലോകത്തിൽ നമ്മുടെ ഈ ജീവിതയാത്ര അത് തിന്മയിലേക്കാണോ പോകുന്നത്, അതോ നന്മയിലേക്കാണോ പോകുന്നത്? ഇന്ന് ഓരോ തെരഞ്ഞെടുപ്പിനും നമ്മളാണ് ഉത്തരവാദികൾ. നമ്മുടെ തെരഞ്ഞെടുപ്പ് എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ശാന്തമായിട്ട് ഈ പകൽക്കാലം ചിന്തിക്കുക. നമ്മുടെ തിരഞ്ഞെടുപ്പ് അത് ശരിയായ ദിശയിലേക്കാണോ അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്കാണോ നയിക്കുന്നത്? നമ്മൾ ചിന്തിക്കുക. നമ്മുടെ തീരുമാനങ്ങൾ എപ്രകാരമായിരിക്കണം? ദൈവഹിതപ്രകാരമുള്ള ഒരു തീരുമാനം ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. സദൃശവാക്യം ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ 14-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ചിലപ്പോൾ ഒരു മനുഷ്യൻ ചൊവ്വായി തോന്നും, ചിലപ്പോൾ ഒരു മനുഷ്യന് തൻ്റെ വഴി ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജ്ഞാനിയുടെ ജ്ഞാനിയായ ശലോമോൻ നമ്മളോട് ഇന്ന് പറയുകയാണ്,
അതിൻ്റെ 14-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്ര. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വഴികൾ എല്ലാം നല്ലതായിട്ട് തോന്നും. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അതിൻ്റെ വഴിയുടെ അവസാനം അത് മരണത്തിലേക്കുള്ള വഴികളാണ്. നമ്മുടെ വഴികൾ നാം എപ്രകാരമായിരിക്കണം? വിശാലമേറിയ വഴിയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അതോ നമ്മൾ ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഈ പകൽക്കാലം ശാന്തമായിട്ട് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എപ്രകാരമായിരിക്കുന്നു? നമ്മൾ യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നവരാണോ? അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്നവരാണോ? മോശയെ പോലെ കഷ്ടം അനുഭവിപ്പാൻ നാം തിരഞ്ഞെടുക്കുന്നവരാണോ? ആ രൂത്തിനെ പോലെ അമ്മായിയമ്മയോട് പറ്റിച്ചേർ, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിന്റെ ദേശം എൻ്റെ ദേശം, ആ ഒരു തീരുമാനത്തോടെ ആണോ നമ്മൾ ജീവിക്കുന്നത്? നാം ചിന്തിക്കുക. അങ്ങനെ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ വഴികൾ എപ്പോഴും വിജയത്തിലേക്ക് നയിക്കും. ആ വഴികൾ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് നാം എപ്രകാരമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അതിനായിട്ട് ഈ ഒരു സന്ദേശം നിങ്ങളിൽ ദൈവം ക്രിയ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ ദൈവം, ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള ആ നല്ല ബന്ധത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ദൂതന്മാരായിട്ട് കാവൽ ചെയ്യണം. ഇന്ന് വചനം ശ്രവിക്കുന്ന ഓരോ കേൾവിക്കാരും അതിനായിട്ട് ദൈവം ഒരുക്കണം. ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ദോഷമായി വന്നേക്കാം, കഷ്ടതകൾ നിറഞ്ഞതായിരിക്കാം. പക്ഷെ അതിൻ്റെ അവസാനം ഞങ്ങൾ വിജയത്തിൽ എത്തിച്ചേരുമെന്നുള്ള ആ സന്ദേശത്തോടു കൂടി ഞങ്ങൾ യേശു ക്രിസ്തുവിൽ കൂടുതൽ അടുക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് എല്ലാ യേശു നാമത്തിൽ താഴ്മയായിരിക്കുമ്പോൾ ദയാ പ്രാർത്ഥനകൾക്കും സ്വർഗീയ പിതാവേ, ആമേൻ.